വക്രതുണ്ട മഹാകായ സൂര്യകോടി സമപ്രഭ നിർവിഘ്നം കുരു മേ ദേവ സർവകാര്യേഷു സർവദാ. ഗുരുർബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വരഃ ഗുരുഃ സാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. SMECTKP അസ്ട്രോ സെൻറ്റർ നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു. നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ നമ്മുടെ വിഷയം ജൂലൈ മാസത്തിൻ്റെ സമ്പൂർണ്ണ ഫലത്തെക്കുറിച്ചാണ്. അതിനു മുമ്പ് ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും ജ്യോതിഷ പഠനത്തിനുമൊക്കെ SMECTKP അസ്ട്രോ സെൻറ്ററുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ്. ജ്യോതിഷം ഓൺലൈനായിട്ടും നേരിട്ടുമുള്ള ക്ലാസ്സുകൾ കൊടുക്കുന്നുണ്ട്. പിന്നെ ജ്യോതിഷം പഠിക്കാൻ പ്രത്യേക ജാതിയോ മതമോ പ്രായമോ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. പഠിക്കുവാനുള്ള ആഗ്രഹം മാത്രമുണ്ടായാൽ മതി. ഏതൊരാൾക്കും പഠിക്കാൻ കഴിയുന്ന ഒരു ശാസ്ത്രമാണിത്. പിന്നെ സംസ്കൃതം അറിയണമെന്ന യാതൊരു നിർബന്ധവുമില്ല. മലയാളം വായിക്കാനും എഴുതുവാനും അറിയുന്ന ആർക്കും പഠിക്കാവുന്ന ഒരു ശാസ്ത്രമാണ് ജ്യോതിഷം. പിന്നെ കൺസൾട്ടേഷനും ചെയ്തു കൊടുക്കുന്നുണ്ട്. കൺസൾട്ടേഷന് ബുക്കിംഗ് ആവശ്യമാണ്. ഫീസ് അടച്ച് ബുക്കിംഗ് ചെയ്ത ഉടനെ തന്നെ നിങ്ങൾക്ക് കൺസൾട്ടേഷനുള്ള സമയം തന്നിരിക്കുന്നതായിരിക്കും. ഇനി നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. ജൂലൈ മാസത്തിലെ ഗ്രഹനില ഒന്ന് പരിചയപ്പെടുത്താം. ജൂലൈ മാസം 1-ാം തീയതി ഇടവ രാശിയിൽ ശുക്രനും, മിഥുന രാശിയിൽ വ്യാഴവും സൂര്യനും, കർക്കിടക രാശിയിൽ ബുധനും, ചിങ്ങത്തിൽ കുജൻ, ചന്ദ്രൻ, കേതു എന്നീ ഗ്രഹങ്ങളും, കുംഭത്തിൽ സർപ്പിയും മീനത്തിൽ ശനിയുമാണ് ഗ്രഹനില. ഈ ഗ്രഹനിലയുടെ അടിസ്ഥാനത്തിൽ ഓരോ രാശിയിലുമുള്ള 2.25 നക്ഷത്രക്കാരുടെ സമ്പൂർണ്ണ ഫലങ്ങൾ വിശദീകരിച്ച് പറയാം. ധനു രാശിയിലുള്ള മൂലം, പൂരാടം, ഉത്രാടത്തിൻ്റെ 1-ാം പാദം എന്നീ നക്ഷത്രങ്ങളിൽ ജനിച്ചവർക്കും, അതേപോലെ ധനു ലഗ്നത്തിൽ ജനിച്ചവർക്കും, പിന്നെ കേതുവിൻ്റെ ദശ, ശുക്രൻ്റെ ദശ, സൂര്യൻ്റെ ദശ എന്നീ ദശകളൊക്കെ നടക്കുന്നവർക്കും, രാശിനാഥനും ലഗ്നാധിപനുമായ വ്യാഴത്തിൻ്റെ സപ്തമ ഭാവസ്ഥിതി എല്ലാ കാര്യങ്ങളും സമമായിട്ടും പക്വതയോടുകൂടിയുമൊക്കെ നോക്കിക്കാണാനൊക്കെ ശ്രമിക്കും. എല്ലാവരെയും ഒരേപോലെ കാണുക എന്നതാണ് ഒരു സാധാരണ കാര്യമൊന്നുമല്ല. ഈ ധനു രാശി ലഗ്നക്കാരുടെ ഒരു പ്രത്യേകതയാണിത്. സമൂഹത്തിൽ നിന്ന് അംഗീകാരമൊക്കെ ഇവർക്ക് ലഭിക്കും. എവിടെ ചെന്നാലും ഇവർക്കൊരു പ്രത്യേക സ്ഥാനമൊക്കെ ഉണ്ടാകും. അത് മറ്റുള്ളവർക്ക് അസൂയ ഉണ്ടാക്കുകയും ചെയ്യും. എല്ലാവരോടും വളരെയധികം സ്നേഹത്തോടു കൂടിയൊക്കെ പഴകും. അതേപോലെ ആവശ്യമില്ലാത്ത പ്രശ്നങ്ങളിൽ ഇടപെടാൻ തീരെ ഇഷ്ടപ്പെടുകയുമില്ല. അതുമാത്രമല്ല, ഇവരുമായി ബന്ധപ്പെടുന്നവരെല്ലാവരും നല്ല ഗുണങ്ങളോട് കൂടിയവരൊക്കെ ആയിരിക്കും. മറ്റുള്ളവരോട് ഒരിക്കലും വിശ്വാസവഞ്ചന കാണിക്കുകയില്ല. അതുമാത്രമല്ല, ഉപകാരപ്രദമാകുന്ന പല പ്രവൃത്തികളും ചെയ്തു കൊടുക്കുകയും ചെയ്യും. ആത്മസംതൃപ്തി നേടിയെടുക്കും. ഇവർക്ക് ചുറ്റും ഒരു വലിയ കൂട്ടം തന്നെ ഉണ്ടാകും. തനിക്ക് ഗൗരവക്കുറവുണ്ടാകുന്ന യാതൊരു പ്രവൃത്തിയിലും ഇടപെടുകയില്ല. ബിസിനസ് രംഗത്തൊക്കെ പ്രവർത്തിക്കുന്നവരാണെങ്കിൽ മിതമായ വരുമാനം മാത്രമേ ഉണ്ടാവുകയുള്ളൂ. പ്രവൃത്തികളിലൊക്കെ ഒരു മന്ദനില അനുഭവപ്പെടും. ഇരുമ്പ് സംബന്ധമായിട്ടുള്ള തൊഴിലൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ ബിസിനസ്സിൽ നല്ല ഉയർച്ചയൊക്കെ ഉണ്ടാകും. ഉള്ള സ്വത്തുക്കൾ നിലച്ചു നിൽക്കും. അടിക്കടി യാത്രകളൊക്കെ വേണ്ടതായിട്ടൊക്കെ വരും. അതുമാത്രമല്ല, ആത്മീയപരമായ ദീർഘദൂര യാത്രയ്ക്കുള്ള ഒരു യോഗവും കാണുന്നുണ്ട്. ദാനധർമ്മ കാര്യങ്ങളിലൊക്കെ കൈ അയഞ്ഞ് സഹായിക്കുന്നൊരു സ്വഭാവം കൂടി ഇവർക്ക് ഉണ്ടാകും. ഭൂമി സംബന്ധിച്ചിട്ടുള്ള നേട്ടങ്ങൾക്കുള്ള യോഗം കാണുന്നു. പൂർവിക സ്വത്ത് സംബന്ധിച്ചിട്ടുള്ള ഭൂമികൾ കൂടി ലഭിക്കാനുള്ളൊരു യോഗം കാണുന്നുണ്ട്. വസ്ത്ര ആഭരണങ്ങളോട് കൂടുതൽ താല്പര്യം ഉണ്ടാകും. കമ്മ്യൂണിക്കേഷനുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന ചില പ്രശ്നങ്ങളെയൊക്കെ അഭിമുഖീകരിക്കേണ്ടതായിട്ട് ഒരു സാഹചര്യം കൂടി ഉണ്ടാകാനുള്ള ഒരു യോഗമാണ് കാണുന്നത്. ക്രയവിക്രയങ്ങളൊക്കെ നടത്തുമ്പോൾ ഡോക്യുമെൻറ്റിൽ പിഴവുകൾ ഉണ്ടാകാനുള്ള യോഗം കൂടി ഉള്ളതുകൊണ്ട് ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു മാസം തന്നെയാണ്. ദേഹാധ്വാനമൊക്കെ വർദ്ധിക്കും. പിന്നെ ഓർമ്മക്കുറവൊക്കെ അനുഭവപ്പെടും. ഞരമ്പ് സംബന്ധമായിട്ടുള്ള ചില പ്രശ്നങ്ങളെ കൂടി അനുഭവിക്കേണ്ടതായിട്ടൊക്കെ വരും. ഉപരിപഠനത്തിനൊക്കെ ആഗ്രഹിച്ച വിഷയത്തിൽ ആഗ്രഹിച്ച സ്ഥലത്ത് തന്നെ അഡ്മിഷനൊക്കെ ലഭിക്കും.
വിദ്യാഭ്യാസത്തിന് അനുയോജ്യമായ ഒരു മനസാന്നിധ്യം ഒക്കെ ഉണ്ടാകും. രഹസ്യം സൂക്ഷിക്കാൻ ഇവർക്ക് ഒട്ടും കഴിയുകയില്ല. കടം കൊടുക്കുകയോ കടം വാങ്ങിക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. കൊടുത്ത കടം തിരിച്ച് കിട്ടാത്ത ഒരു മാസം കൂടിയാണ്. വരവിനേക്കാൾ കൂടുതൽ ചിലവുണ്ടാകും. ശുഭകാര്യങ്ങളിലൊക്കെ പങ്കെടുക്കാൻ കഴിയും. മനസ്സിന് സന്തോഷവും സുഖവും തരുന്ന പ്രവൃത്തികളിലൊക്കെ ഇടപെടും. ആത്മീയ വിഷയങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ എപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കും. പല വിഷയങ്ങൾ പഠിക്കുകയും പഠിച്ച വിഷയങ്ങളെ പഠിപ്പിക്കുകയും ഒക്കെ ചെയ്യും. കക്ഷി രാഷ്ട്രീയങ്ങളിലൊക്കെ സജീവമായി പ്രവർത്തിക്കും. പേരും പ്രശസ്തിയൊക്കെ നേടിയെടുക്കുകയും ചെയ്യും. സർക്കാർ സംബന്ധിച്ച പല കാര്യങ്ങളിലും പ്രോത്സാഹനമൊക്കെ ഉണ്ടാകും. കുടുംബത്തിൽ സമാധാനവും സന്തോഷമൊക്കെ ഉണ്ടാകുന്ന ഒരു മാസം തന്നെയാണ്. വാക്കുകൾക്ക് അംഗീകാരവും പേരും പ്രശസ്തിയൊക്കെ വന്നു ചേരും. ധനനില മന്ദമായിട്ടാണ് കാണുന്നത്. സഹോദരങ്ങളുമായിട്ടൊക്കെ നല്ല ബന്ധം ഉണ്ടാകും. സഹോദരങ്ങളുടെ ആരോഗ്യനില തൃപ്തികരമായിട്ടാണ് കാണുന്നത്. പിന്നെ സഹോദരങ്ങൾക്കായിട്ടുള്ള ചെലവുകളും ഉണ്ടാകാനുള്ള ഒരു യോഗം കൂടി കാണുന്നുണ്ട്. അയൽക്കാരുമായിട്ടൊക്കെ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാതിരിക്കാനൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു മാസം കൂടിയാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക. വീട് പണിയൊക്കെ നടക്കുന്നവർക്ക് വീട് പണി വളരെ മന്ദനിലയിലേ നടക്കുകയുള്ളൂ. വീട്ടിൽ പുരാതനമായ വസ്തുക്കളെയൊക്കെ സൂക്ഷിച്ചു വയ്ക്കും. പൂർവ്വപുണ്യഫലമായി ചെയ്ത പുണ്യപ്രവർത്തികളുടെ ഫലങ്ങളൊക്കെ അനുഭവിക്കാൻ കഴിയുന്ന ഒരു മാസം കൂടിയാണ്. സന്താനങ്ങളെ കൊണ്ടുള്ള സുഖവും സന്തോഷവും ഒക്കെ വളരെ നന്നായി തന്നെ അനുഭവിക്കാൻ കഴിയും. സന്താനങ്ങളുടെ ആരോഗ്യനില തൃപ്തികരം തന്നെയാണ്. മാതാവിൻ്റെ ആരോഗ്യനില തൃപ്തികരമായി കാണുന്നില്ല. മാതൃകുടുംബത്തിലുള്ളവരുമായിട്ടൊക്കെ ശത്രുതയുണ്ടാകും. മാതാവിൻ്റെ സ്വത്തൊക്കെ കിട്ടാനുള്ളവർക്ക് നിയമസഹായം തേടേണ്ടതായിട്ടൊക്കെ വരും. മത്സര പരീക്ഷകളിലാണെങ്കിൽ വിജയമുണ്ടാകും. ആരോഗ്യനില മധ്യമമായിട്ടാണ് കാണുന്നത്. ഈ രാശി ലഗ്നത്തിലുള്ള വിവാഹപ്രായക്കാർക്ക് വിവാഹത്തിന് സമയം വളരെ അനുകൂലം തന്നെയാണ്. പുനർവിവാഹത്തിന് ശ്രമിക്കുന്നവർക്കും സമയം അനുകൂലം തന്നെയാണ്. ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയത്ത് വിവാഹം നടക്കാനുള്ള ഒരു യോഗം കൂടിയൊക്കെയാണ് കാണുന്നത്. പിതാവിൻ്റെ ആരോഗ്യനില തൃപ്തികരമായി കാണുന്നില്ല. പിതൃകുടുംബത്തിലുള്ളവരുമായിട്ടും അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാനുള്ള യോഗം കൂടി കാണുന്നുണ്ട്. തൊഴിലുമായി ബന്ധപ്പെട്ട് പരീക്ഷകളൊക്കെ എഴുതുന്നവർക്ക് സമയം വളരെ അനുകൂലം തന്നെയാണ്. എല്ലാ കാര്യത്തിലും തൃപ്തി അനുഭവപ്പെടുന്നൊരു മാസം തന്നെയാണ്. വീട്ടിൽ നിന്ന് മാറി താമസിക്കുവാനുള്ള ഒരു യോഗം കൂടി കാണുന്നു. പൊതുവേ ഈ മാസം ഈ രാശി ലഗ്നക്കാർക്ക് സാമാന്യം നല്ല ഫലങ്ങൾ തന്നെയാണ് അനുഭവിക്കാൻ കഴിയുക. ഇവയെല്ലാം ഈ രാശി ലഗ്നക്കാരുടെ ഈ മാസത്തെ ഗ്രഹനിലയുടെ അടിസ്ഥാനത്തിലുള്ള പൊതുവായ ഫലങ്ങൾ മാത്രമാണ്. അവരവരുടെ ജനനകാല ഗ്രഹനിലയ്ക്കനുസരിച്ച് തത്സമയം നടക്കുന്ന ദശ അപഹാരങ്ങൾക്കനുസരിച്ച് ഫലങ്ങളിൽ ചില മാറ്റങ്ങളൊക്കെ ഉണ്ടാകുമെന്നുകൂടി പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ്. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്കും സുഹൃത്തുക്കൾക്കുമൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. വേറൊരു വിശേഷവുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.